19 ഗ്രാമപഞ്ചായത്താണ് ഇപ്പോൾ ഞങ്ങൾ ഭരിക്കുന്നത്. ഞങ്ങൾ 25 അധികം പഞ്ചായത്തുകളിലേക്ക് ഞങ്ങൾ ഇക്കുറി ഭരണത്തിലേക്ക് എത്തും. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഞങ്ങൾ ഇക്കുറി ഭരിക്കും. അതിനൊന്നും ഒരാളുടെ സഹായം ഈ മുന്നണിക്കകത്ത് വോട്ടുകൾ ഞങ്ങൾ സാധാരണ ഇലക്ഷനാണ്, സ്ഥാനാർത്ഥികൾ എന്നുള്ളതൊക്കെ പല ആൾ വോട്ട് ചോദിക്കും. പക്ഷേ ഞങ്ങളുടെ കക്ഷികൾപ്പെട്ട ആളുകളല്ലാത്ത മറ്റൊരു വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള സഹകരണം ഒരു സഹകരണത്തിലേക്ക് പോകുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയില്ലേ അത്? ജമാഅത്തെ ഇസ്ലാമിയായിട്ട് SDP ആയിട്ട് വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള സഹകരണം കൃത്യമായി ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു ബാന്ധവവും BJP ആയിട്ട് എവിടെയില്ല, LDF ആയിട്ടുമില്ല. ഞങ്ങൾ UDF കക്ഷിയായി തന്നെ. ഞാൻ പറഞ്ഞ കൂട്ടുകേട്ടോ, ജമാഅത്തെ ഇസ്ലാമി അവരുടെ രാഷ്ട്രീയ പാർട്ടി പൊളിറ്റിക്സിനകത്ത് കൃത്യമായി ഞങ്ങൾ തീരുമാനം എടുത്തിട്ടാണ് പോകുന്നത്. ഞങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുമായി ഞങ്ങൾ അങ്ങനെ ഒരു ബന്ധവും ഞങ്ങൾ ഇവിടെ ഇല്ല. വെൽഫെയർ പാർട്ടി രാഷ്ട്രീയം എന്നുള്ള നിലയ്ക്ക് പല ആളുകൾ വോട്ട് വാങ്ങിക്കും. അങ്ങനെ ഒരു ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞത് പ്രതിപക്ഷ നേതാവാണ്. വെൽഫെയർ പാർട്ടിയുമായി ഇപ്പോൾ വിവിധ ജില്ലകളിൽ പലയിടങ്ങളിലും നിരന്തരം ഒരു സഹകരണത്തിലേക്ക് പോകുന്നതിന്റെ പുതിയ വിവരങ്ങൾ വരുന്നു. ആരെങ്കിലും ഞങ്ങളെ ഇവിടെയോ കോഴിക്കോടോ അതിനകത്ത് ഞങ്ങളെ സഹായിക്കാൻ വരുന്നവരുടെ സഹായം അതൊരു സ്ഥാനാർത്ഥി വ്യക്തിപരമായി സഹായിക്കലല്ല, രാഷ്ട്രീയമായില്ല. അങ്ങനെ ഒരു തീരുമാനത്തിൽ ഞങ്ങളില്ല. കാസർഗോഡ് ജില്ലയുടെ വടക്കേ അറ്റത്ത് കിടക്കുന്ന ഈ ജില്ലയിലെ ഏറ്റവും ചെറിയ പഞ്ചായത്താണ് ബെള്ളൂർ. ആ ബെള്ളൂര് എത്രയോ ദീർഘകാലം കോൺഗ്രസ് UDF ഭരിച്ചുകൊണ്ടിരുന്നതാണ്. അതിപ്പോൾ തുടർച്ചയായിട്ട് BJP ഭരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയത് എങ്ങനെയാണ്? സുരേഷ് ഒന്ന് ബെള്ളൂര് പോയിട്ടൊന്ന് അന്വേഷിക്കൂ. കുമ്പടാജെ പഞ്ചായത്ത് നേരത്തെ BJP കോൺഗ്രസ് UDF ഭരിച്ചുകൊണ്ടിരുന്നതാണ്. എങ്ങനെയാണ് അത് BJPയുടെ കൈകളിലേക്ക് എത്തിയത്? കാറടുക്ക ഗ്രാമപഞ്ചായത്ത്, മുള്ളേരിയ ടൗൺ ഉൾപ്പെടെയുള്ള വലിയ പഞ്ചായത്താ. അതെങ്ങനെയാണ് UDF ഭരിച്ചുകൊണ്ടിരുന്ന ആ പഞ്ചായത്ത്, കോൺഗ്രസിന്റെ പ്രസിഡന്റുമാരുണ്ടായിരുന്ന ആ പഞ്ചായത്ത് എങ്ങനെയാണ് BJPയുടെ? ഈ ജില്ലയിൽ ഇപ്പോൾ ആകെ 3 പഞ്ചായത്തെ BJP ഭരിക്കുന്നുള്ളൂ. അതെല്ലാം നേരത്തെ UDF ഭരിച്ചുകൊണ്ടിരുന്ന പഞ്ചായത്താണ്. ഇടതുപക്ഷം സ്ഥിരമായി ഭരിച്ചുകൊണ്ടിരുന്ന ഒരു പഞ്ചായത്തിലും ഇപ്പോഴും BJPക്ക് കാലുകുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. എവിടെയൊക്കെ കോൺഗ്രസ് ദുർബലപ്പെട്ടുവോ അവിടെയെല്ലാമാണ് BJP വളരുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് ആദ്യം സ്വന്തം പാർട്ടി ഉണ്ടാക്ക്. നിങ്ങളിപ്പോൾ ഈസ്റ്റളേരി, ബളാല്, കള്ളാറ്, അതിനപ്പുറത്ത് എവിടെയാണ് ഈ ജില്ലയിലുള്ളത്? കോൺഗ്രസ് എവിടെയെങ്കിലും ഉണ്ടോ?